ഒരാൾ 8 കിലോമീറ്റർ ഇടത്തോട്ടും പിന്നീട് 6 കിലോമീറ്റർ വലത്തോട്ടും പിന്നീട് 4 കിലോമീറ്റർ ഇടത്തോട്ടും പിന്നീട് 3 കിലോമീറ്റർ വലത്തോട്ടും സഞ്ചരിച്ചു. അയാൾ ഇപ്പോൾ ആദ്യ സ്ഥാനത്ത് നിന്ന് എത്ര അകലെയാണ്? ഒരാൾ 8 കിലോമീറ്റർ ഇടത്തോട്ട് സഞ്ചരിക്കുകയാണ്. അപ്പോൾ പുറപ്പെടുന്ന എ എന്നാണ് വിചാരിക്കുക. അവിടുന്ന് 8 കിലോമീറ്റർ ഇടത്തോട്ട് എന്ന് പറയുമ്പോൾ ഈ ഭാഗത്തേക്ക് വന്നു, ബിയിലെത്തി, 8 കിലോമീറ്റർ സഞ്ചരിച്ചു. ഇപ്പം ഇങ്ങനെ നടന്ന് ബിയിലെത്തി. അവിടുന്ന് 6 കിലോമീറ്റർ വലത്തോട്ട് ഇങ്ങനെ നടക്കുന്ന ആൾ പിന്നീട് വലത്തോട്ട് പറയുമ്പോൾ മുകൾ ഭാഗത്തേക്ക് 6 കിലോമീറ്റർ സഞ്ചരിച്ചു, സിയിലെത്തി. ഇങ്ങനെ നടക്കുന്ന ആൾ സിയിലെത്തി. ഇനി അവിടുന്ന് 4 കിലോമീറ്റർ ഇടത്തോട്ട് ഇങ്ങനെ നടക്കുന്ന ആൾ ഇടത്തോട്ട് പറയുമ്പോൾ ഈ ഭാഗത്തേക്ക് 4 കിലോമീറ്റർ സഞ്ചരിച്ച് ഡിയിലെത്തി. പിന്നീട് 3 കിലോമീറ്റർ വലത്തോട്ട് ഇങ്ങനെ നടക്കുന്ന ആൾ വലത്തോട്ട് പറയുമ്പോൾ ഉൾഭാഗത്തേക്ക് വരും, 3 കിലോമീറ്റർ സഞ്ചരിച്ചു. ഇനി കാണേണ്ടത് ഇപ്പോൾ ആദ്യ സ്ഥാനത്ത് നിന്ന് എത്ര അകലെയാണ്. ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെയാണ്, ആദ്യ സ്ഥാനം ഇവിടെയാണ്. അപ്പോൾ ഈ അകലാണ് നമുക്ക് കാണേണ്ടത്. ഈ ചിത്രം വിശദമായിട്ട് ഇവിടേക്ക് വരച്ചിട്ടുണ്ട്. നമുക്കിതിൽ ചില ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കണം. ഇന്ന് എയിലേക്ക് കൂട്ടിച്ചേർത്തു. പിന്നീട് നമുക്ക് ഈ ഡിന്ന് ഈ ഭാഗത്തേക്ക് വരച്ചു, ഡിന്ന് ഇങ്ങോട്ട് വരച്ച് ബിന്ന് അതിലേക്ക് കൂട്ടിമുട്ടിച്ചു. അപ്പോൾ ഏകദേശ രൂപം ചിത്രം ഇങ്ങനെയായി. ഇതിൽ നമുക്ക് കാണേണ്ടത് എ ഇ ആണ്, അതായത് പുറപ്പെട്ട സ്ഥലത്ത് നിന്ന് ഇപ്പോൾ അയാൾ നിൽക്കുന്നത് എത്ര ദൂരെയാണെന്ന്. അപ്പം നമുക്കിതിൽ ഇതൊരു വലിയ മട്ടത്രികോണാണ്, ഒരു മട്ടത്രികോണാണ്. ഇതിൽ ഇതാണ് കാണേണ്ടത്, അതായത് കർണം കാണണം. കർണം കാണണമെങ്കിൽ നമുക്ക് പാദവും ലംബവും അറിയണം. അപ്പം ഈ ത്രികോണത്തിൽ ഇതാണ് പാദം. അപ്പം ഈ ഭാഗം 8ആണ്, ഇതും കൂടി അറിയണം. ഇതെന്ന് പറയുന്നത് ഇതിന് തുല്യമാണ്, ഈ സി ഡിക്ക് തുല്യമാണ് എഫ് ബി. അപ്പോൾ ഇവിടെ 4 ആവും കൊണ്ട് ഇവിടെ 4 വരും. അപ്പോൾ ഈ പാദം ഇത് രണ്ടും കൂടി കൂട്ടി എത്ര വരും? ഈ ഭാഗത്താകെ 12 സെൻറ്റിമീറ്റർ അല്ല 12 കിലോമീറ്റർ. ഇങ്ങനെയാണ് നടക്കുന്നത്, എല്ലാം കിലോമീറ്ററാണ്. ഇവിടെ 12 കിലോമീറ്ററാണ്. ഇനി ഈ ഭാഗമാണ് ലംബം, അതറിയണം. അതിന് ഇതിൻ്റെ ഒരു ഭാഗം അറിയുള്ളൂ, 3. ഈ ഭാഗം എന്താ വരിക? ഇത് തന്നെയാണ് ഇത് വരിക, അതായത് ബി സിക്ക് തുല്യമാണ് ഡി എഫ്. അപ്പോൾ ഇവിടെ 6 ആവുമ്പോൾ ഇവിടെ 6 വരും. അപ്പോൾ ഈ ലംബം ഒന്നിച്ച്, അതായത് ഈ എഫ് എന്ന ലംബം ഇത് രണ്ടും കൂടി കൂട്ടുക, 3ഉം 6ഉം 9 കിലോമീറ്റർ എന്നായി. അപ്പം നമുക്ക് ഈ മട്ടത്രികോണത്തിൽ പാദം അറിയാം, ലംബം അറിയാം, നമുക്ക് കർണമാണ് കാണേണ്ടത്. പൈത്തഗോറസ് സിദ്ധാന്ത പ്രകാരം കർണം കാണുന്നതിൽ സൂത്രവാക്യം, ഇവിടെ കർണം എന്ന് പറഞ്ഞാൽ എന്താ? എ ഇ ആണ്. പൈത്തഗോറസ് സിദ്ധാന്ത പ്രകാരം കർണം കാണുന്നതിനുള്ള സൂത്രവാക്യം കർണം എ ഇ സമം കർണം സമം റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. അപ്പോൾ റൂട്ട് ഓഫ് ഇതിൽ പാദം എന്താണ് വരിക? ഇതാണ് പാദം. അത് എത്രയാണ്? 8 4 12. അപ്പോൾ 12 സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ, ലംബം ഇതാണ്, അത് എത്രയാണ്? 3ഉം 6ഉം 9 സ്ക്വയർ. അപ്പോൾ എ ഇ എന്ന് പറയുന്നത് കർണം സമം റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ, ഇത് കാണുക, സമം റൂട്ട് ഓഫ് 12 സ്ക്വയർ 12 × 12 144 പ്ലസ് 9 സ്ക്വയർ 9 × 9 81. ഇത് കൂട്ടുമ്പോൾ റൂട്ട് ഓഫ് 225 എന്ന് വരും. 225ൻ്റെ വർഗ്ഗമൂലം 15 ആണ്. 15 × 15 ആണ് 225. അപ്പോൾ എ ഇ നമുക്ക് കിട്ടി. അതായത് ഇപ്പോൾ അയാൾ നിൽക്കുന്നത് പുറപ്പെട്ട സ്ഥലത്ത് നിന്ന് എത്ര അകലെയാണ്? 15 കിലോമീറ്റർ അകലെയാണ്.